ദഖൽതു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന വ ഫാത്തിമ, ഞാനും ഫാത്തിമയും കൂടെ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് കയറി ചെന്നു. റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് ഞാനും ഫാത്തിമയും കൂടെ കയറി ചെല്ലുമ്പോൾ വജദ്നാഹു യബ്കി ബുകാഅൻ ശദീദാ, അല്ലാഹുവിന്റെ ഹബീബ് ഒരു മൂലയിലിരുന്ന് ശക്തമായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫാത്തിമ ബീവി ഓടിച്ചെന്നു. എന്നിട്ട് ഫാത്തിമ ബീവി പറയാൻ, ഞാൻ ചോദിച്ചു ഫിദാക്, അലിയാര് പറഞ്ഞു, ഞാൻ ചെന്നിട്ട് ചോദിച്ചു ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് കരയുന്നത് കാണുമ്പോൾ സ്വാഭാവികമാണല്ലോ ഇവർ കരയും. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന് വലിയ സങ്കടം, ഫാത്തിമ ബീവിക്ക് വലിയ സങ്കടം. ചെന്ന് ചോദിച്ചത്രേ, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, എന്റെ വാപ്പാനെയും ഉമ്മാനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ദാനം ചെയ്യാൻ, ദണ്ഡം ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഹബീബേ. എന്തു പറ്റിപ്പോയി അങ്ങേക്ക്? മാ അബ്കാക യാ ഹബീബല്ലാഹ്, നിങ്ങൾ കരയാനുള്ള കാരണം എന്താണ്? ഒന്ന് വ്യക്തമാക്കണം. എന്തു പ്രശ്നമാണെങ്കിലും പരിഹരിക്കും. എന്താ ഹബീബേ നിങ്ങൾ ഇങ്ങനെ കരയാൻ കാരണം? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് നബി തങ്ങൾ പറയുന്നു, യാ അലി ലൈലത്തൻ ഉസ്രിയ ബി ഇല സമാ റഅയ്തു നിസാഅൻ മിൻ ഉമ്മതി യുഅദ്ദബന ബി അൻവാഇൽ അദാബ്. ഒന്നുമല്ല, അന്നെന്നെ ഇസ്രാ നടത്തിയ രാത്രിയിൽ, ഇസ്രാവും മിറാജും നടന്ന രാത്രിയില്ലേ, ആ രാത്രിയിൽ ആകാശലോകത്ത് വെച്ച് ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടു. റഅയ്തു നിസാഅൻ മിൻ ഉമ്മതി, എന്റെ ഉമ്മത്തിലുള്ള ഒരുപാട് മംഗമാര പെണ്ണുങ്ങളെ ഞാൻ കണ്ടു. യുഅദ്ദബന ബി അൻവാഇൽ അദാബ്, അവരതാ വ്യത്യസ്തങ്ങളായ ശിക്ഷകൾ കൊണ്ട്, ഒരുപാട് തരത്തിലുള്ള വേദനാജനകമായ ശിക്ഷ കൊണ്ട് അവർ പീഡിപ്പിക്കപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്, ഒറ്റയ്ക്കിരുന്നപ്പോ ഞാൻ എൻ്റെ ആ പഴയ ഇസ്റാ മിഅ്റാജ് യാത്ര, എൻ്റെ ആ സ്റ്റഡി ടൂർ, അതിലേക്ക് ഞാനൊന്ന് തിരിച്ചു പോയതാണ്. ഉണ്ടോ? പണ്ട് കഴിഞ്ഞ ഇസ്രാ മിഅ്റാജ് സ്റ്റഡി ടൂർ, അതിലേക്ക് എൻ്റെ ഓർമ്മകളൊന്ന് തിരിച്ചു വിട്ടതാണ്. അപ്പൊ അന്ന് കണ്ട ചില പെണ്ണുങ്ങളുടെ ശിക്ഷ ഇങ്ങനെ ആലോചിച്ചപ്പോ ഫബഖൈത്, ഞാൻ അറിയാതെ അങ്ങ് കരഞ്ഞു പോയതാണ്. ഞാൻ അറിയാതെ നിയന്ത്രണം വിട്ട് കരഞ്ഞു പോയതാണ്. അവരുടെ അദാബിന്റെ കടുപ്പം കൊണ്ട് ശിദ്ദത്തി അദാബിഹിന്ന, അവർ അത്രയും വലിയ അദാബാണ് സഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കരയാനുള്ള കാരണം. അത് ആലോചിച്ചപ്പോ എനിക്ക് ഇപ്പൊ നിയന്ത്രിക്കാൻ കഴിയാതെ അനിയന്ത്രിതമായി പൊട്ടിയതാ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഇത് പറയേണ്ട താമസം, അത് കേൾക്കേണ്ട താമസം അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ എന്തൊക്കെയാണത്? ആ കണ്ടിരുന്ന ശിക്ഷകൾ എന്തൊക്കെയാണ് നബിയെ? ഉടനെ തന്നെ മറുപടി പറഞ്ഞു, റഅയ്തും റഅതൻ മുഅല്ലഖതൻ ബിശഅരിഹാ യഗ്ലി ദിമാഗുഹാ, ഒരു പെണ്ണ്, അവരുടെ മുടി ചുറ്റിക്കെട്ടിയിട്ടുണ്ട്, അവരുടെ മുടി മേൽഭാഗത്തേക്ക് അവരുടെ മുടി തൂക്കി കെട്ടിയിട്ട് ഇരിക്കുന്നു ഈ പെണ്ണിനെ. മുഅല്ലഖതും ബിശഅരിഹാ യഗ്ലി ദിമാഗുഹാ, എന്നിട്ട് അവളുടെ തലച്ചോറ് പതച്ചിങ്ങനെ പൊങ്ങുന്നുണ്ട്. മുടിയിൽ അവളെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. മാത്രമല്ല അവളുടെ തലച്ചോറ് ശരിക്ക് തിളച്ചു മറിയുന്നുണ്ട്. അടിയിൽ അനുഭവിക്കുന്ന ചൂടിന്റെ കടുപ്പം കൊണ്ട് നരകത്തിൽ കാണുന്ന രംഗാണ്. തലച്ചോറിങ്ങനെ തിളച്ചു മറിയുന്നുണ്ട്. ഈ രംഗം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം. പിന്നെ ഞാൻ കുറച്ചും കൂടെ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങി. ജിബ്രീൽ പറഞ്ഞു ഇനിയും കാണാനുണ്ട്. ഒരല്പവും കൂടെ മുന്നോട്ട് നീങ്ങിയപ്പം വറഅയ്തും റഅ, വേറെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടത്. മുഅല്ലഖതൻ ബിലിസാനിഹാ, അവളെ നാവ്, ആ നാവ് പിടിച്ചിട്ടാ കെട്ടി തൂക്കിയത്. മനുഷ്യന്റെ നാവ് കുറെ അങ്ങോട്ട് പുറത്തോട്ട് ചാടാനുണ്ടാകും, കണ്ടിട്ടില്ലേ? മൃഗങ്ങളെയൊക്കെ അറുക്കുമ്പോ നാവ് പുറന്തള്ളി കിടക്കുന്നത്. ആ നാവ് പുറത്തോട്ട് വലിച്ചിട്ട് ആ നാവിൽ അവളെ കെട്ടിത്തൂക്കിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അതാ വായി പൊളിച്ചു നിൽക്കുന്ന നാവിൽ കെട്ടിത്തൂക്കിയിട്ട ഈ കോലത്തിന് യുസബ്ബു ഫീഹൽ വൽ ഹമീമു യുസബ്ബു ഫീഹൽ ഖിയാ, നരകത്തിലെ ചുട്ടുപൊള്ളുന്ന ചീഞ്ചലം അവളുടെ ഹൽക്കിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അവളുടെ തൊണ്ടയിലേക്ക്. ഞാൻ ചോദിച്ചു ജിബ്രീലിനോട്, ആരാണ് ജിബ്രീലേ ഈ പാവപ്പെട്ട പെണ്ണ്? എന്നോട് പറഞ്ഞു ഇനിയും പോകണം, ഒരുപാട് രംഗങ്ങൾ ഇനിയും നബിയെ കാണാനില്ലേ? ഞാൻ മുന്നോട്ട് പോയപ്പം പിന്നീട് കണ്ടത് വറഅയ്തും റഅതൻ, വേറെ ഒരു പെണ്ണിനെ കണ്ടു. കത് ശുദ്ധത്ത് രിജ്ലഹാ, അവളുടെ കൈ പിടിച്ചിട്ട് അവളുടെ കാലുകൾ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇലാ സദിയൈഹാ, അവളുടെ രണ്ട് സ്തനങ്ങളിലേക്ക് കാലും സ്തനവും കൂടെ കൂട്ടിക്കെട്ടിയിരിക്കുന്നു.
കാലും സ്ഥലവും കൂടെ ഇങ്ങോട്ട് വളച്ചു കൊണ്ടുവന്ന് കൂട്ടിക്കെട്ടിയിരിക്കുന്നു. വയദുഹാ ഇലാ നാസിയതിഹാ, കയ്യ് അതാ മൂർധാവിലേക്ക് പിടിച്ചു ബന്ധിപ്പിച്ചിട്ടുണ്ട്. കാലുകൾ സ്ഥലങ്ങളിലേക്ക് കൂട്ടിക്കെട്ടിയിരിക്കുന്നു. വളഞ്ഞു കിടക്കുന്ന ഒരു പെണ്ണ്. സുബ്ഹാനല്ലാഹ്. ഇവളെ കണ്ടപ്പോഴും ഞാൻ ചോദിച്ചു, ഇതാരാ? വീണ്ടും പോരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കണ്ടത് വറഅയ്തു ഇംറഅതൻ മുഅല്ലഖതൻ ബിസദിയൈഹാ, രണ്ട് മുലകൾ, രണ്ട് സ്ഥലങ്ങൾ പരസ്പരം കൂട്ടിക്കെട്ടിയ ഒരു പെണ്ണിനെ കണ്ടു. അത് കഴിഞ്ഞു വീണ്ടും നടന്നപ്പോൾ വറഅയ്തു ഇംറഅതൻ, വേറെ ഒരു പെണ്ണിനെ കണ്ടു. റഅസുഹാ റഅസുൽ ഖിൻസീർ, അവളെ തല പന്നിയുടെ തലയാണ്. വബദനുഹാ ബദനുൽ ഹിമാർ, അവളുടെ ബോഡി നല്ല കഴുതയുടെ ബോഡിയുമാണ്. കഴുതയുടെ ബോഡിയും പന്നിയുടെ തലയുമാണ് അവൾക്കുള്ളത്. സുബ്ഹാനല്ലാഹ്. അലൈഹാ അൽഫു അൽഫിരൗനിൻ അൽഫു 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 അൽഫിരൗനിൻ മിനൽ അദാബ്, ആയിരക്കണക്കിന് ശിക്ഷകൾ അവൾ അനുഭവിക്കുന്നുണ്ട്. അലൈഹാ അൽഫു അൽഫിരൗനിൻ മിനൽ അദാബ്, ആയിരക്കണക്കിന് ശിക്ഷകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണ്. കുറച്ചും കൂടെ മുന്നോട്ട് പോയി. വറഅയ്തു ഇംറഅതൻ അലാ സൂറത്തിൽ കൽബ്, വേറെ ഒരു പെണ്ണ്. അവളെ കണ്ടാൽ ഒരു പട്ടിക്കുട്ടിയാണോ എന്ന് തോന്നും. പട്ടിയുടെ രൂപത്തിലാ ഉള്ളത്. വന്നാറു തദ്ഖുലു മിൻ ഫിഹാ, തീയ് അവളുടെ വായിലൂടെ പ്രവേശിക്കുകയാണ്. വായിലേക്ക് തീയിന്റെ ഉണ്ടകൾ ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നു. അത് നേരെ വതഖുറുജു മിൻ ദുബരിഹാ, അവളുടെ പിൻഭാഗത്തിലൂടെ പുറത്തേക്കും വരുന്നു. വൽ മലായികതു യദ്രിബൂന റഅസഹാ, ഈ പാവപ്പെട്ട പെണ്ണ് വായിലൂടെ ശരിക്ക് പട്ടിയുടെ രൂപത്തിൽ വായിലേക്ക് തീയിട്ട് കൊടുക്കുമ്പോ അത് പിൻദ്വാരത്തിലൂടെ പുറത്തോട്ട് ചാടുന്ന ഈ പെണ്ണ്, ആ പെണ്ണിന്റെ തലക്ക് വൽ മലായികതു യദ്രിബൂന റഅസഹാ ബിമഖാമിഅ മിന്നാർ, തീയിന്റെ ദണ്ഡുകൾ കൊണ്ട് ആ പെണ്ണിന്റെ തലക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ട് മലായികത്ത്. ആരാ റബ്ബേ ഇത്? ഞാൻ ഈ കാര്യങ്ങളൊക്കെയാ കണ്ടത്. അപ്പോഴേക്ക് പെണ്ണാണല്ലോ ഫാത്തിമ, അതാ പിടുത്തം വിട്ടു. ഫഖാമതു ഫാത്തിമതു റളിയല്ലാഹു അൻഹാ തബ്കി, ഫാത്തിമ പൊട്ടിക്കരഞ്ഞ് അവിടെ നിങ്ങട്ട് എഴുന്നേറ്റിട്ട് ചോദിച്ചു, ഹബീബി, എന്റെ പൊന്നുപ്പാ, വഖുറത്തു ഐനി, എന്റെ കണ്ണിന്റെ കുളിരായ എന്റെ പൊന്നുപ്പാ, മാ കാന അഅ്മാലു ഹൗലാ ഹത്താ വദഅ അലൈഹിന്നൽ അദാബ്, ഇത്രയും ശക്തമായ ശിക്ഷ അവർക്ക് നൽകാൻ ഈ പാവപ്പെട്ട പെണ്ണുങ്ങൾ ചെയ്ത ശിക്ഷ എന്താണെന്ന് പാവപ്പെട്ട ഫാത്തിമാക്ക് പറഞ്ഞു തരണം. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഇത് നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ കേൾക്കേണ്ടതാ.